കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊരു തെരഞ്ഞെടുപ്പ് കുതന്ത്രം മാത്രമാണ്. ഇത് യാതൊരു ആത്മാർത്ഥതയുമില്ല. ഈ പ്രഖ്യാപനം വഴി പ്രയാസം അനുഭവിക്കുന്ന, പട്ടിണി കിടക്കുന്ന, വീടില്ലാത്ത, ചികിത്സാ സൗകര്യങ്ങളില്ലാത്ത ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കാനും നഷ്ടപ്പെടാനും ഇടവരുത്തും എന്നല്ലാതെ ഇതില് കൃത്യമായ യാതൊരു കണക്കുമില്ല. ഗവൺമെന്റ് തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞ ആശ്രയ പദ്ധതിയിൽ ആശ്രയിക്കുന്ന ആളുകൾ എത്ര പേരായിരുന്നു? ഇന്നിപ്പോൾ അവരെ കണ്ടെത്തിയിട്ടുള്ളത് അതിൽ വളരെ കുറച്ചാണ്. വീടില്ലാത്തവരുടെ കണക്ക് നമുക്കറിയാം. ആ കണക്കിൽപ്പെട്ട മഹാഭൂരിപക്ഷം ആളുകളും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. പഞ്ചായത്തുകളിൽ എത്ര പേര് ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്? അതിൽ അർഹതാ മാനദണ്ഡം അനുസരിച്ച് എത്ര പേർക്ക് അർഹതയുണ്ട്? അതിൽ എത്ര പേര് ഇനിയും അപേക്ഷകരായിട്ട് കാത്തു നിൽക്കുന്ന സാഹചര്യമുണ്ട്? ഇതൊന്നും ഗവൺമെന്റ് വിശദീകരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണത്തിന്റെ ഒരു കുതന്ത്രമായിട്ട് മാത്രമേ ജനങ്ങൾ ഇതിനെ വിലയിരുത്തുന്നു. ഞാനിപ്പോൾ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് നേതാക്കന്മാർക്കൊപ്പം ഉള്ളത്. പ്രത്യേകിച്ച് ഇടുക്കിയിലെ ജനങ്ങളെയാണ് ഈ ഗവൺമെന്റ് ദുരിതത്തിലാക്കിയിട്ടുള്ളത്. ഒന്നാമത് ഇടുക്കി പാക്കേജ് എന്ന് പല ബഡ്ജറ്റുകളിലും ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ചതല്ലാതെ പ്രഖ്യാപനങ്ങൾ കടലാസിൽ അല്ലെങ്കിൽ വാചക കസർത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. പ്രവൃത്തി പദത്തിൽ പണം അനുവദിച്ചിട്ടില്ല, പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല. മലയോര പ്രദേശത്തിന്റെ ഇടുക്കിയുടെയും വയനാടിന്റെയും വികസന കാര്യങ്ങളിലെ പ്രഖ്യാപനങ്ങൾ കടലാസ് രേഖകളായിട്ട് നിൽക്കുകയാണ്, നടപ്പിലാക്കിയിട്ടില്ല. ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളതും യഥാർത്ഥ കർഷകരെയും ചെറുകിട ഭൂവുടമകളെയും സത്യത്തിൽ കണ്ണീരിലാഴ്ത്തുന്ന നിലപാട് തന്നെയാണ് ഗവൺമെന്റ് ആവർത്തിക്കുന്നത്. ഒരു കാരണവശാലും ഗവൺമെന്റിലേക്ക് ഫൈൻ അടച്ച് ഇവിടുത്തെ നിർമ്മാണങ്ങൾക്ക് അതിനെ ക്രമവൽക്കരിക്കുന്ന യാതൊരു നടപടിയും അനുവദനീയമല്ല. സാധാരണക്കാരനെ പിഴിഞ്ഞ സർക്കാർ ഖജനാവ് അത് ഇന്നത്തെ നിലയിൽ മെച്ചപ്പെടുത്താനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. UDF വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിനെ പൂർണ്ണമായിട്ടും എതിർക്കുന്നു. കോൺഗ്രസ് വളരെ ശക്തമായിട്ട് എതിർക്കുന്നു. ഇവിടുത്തെ ഭൂവുടമകളോടും കൃഷിക്കാരോടും LDF നടത്തുന്ന ചതി ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. UDF അധികാരത്തിൽ വരും. അങ്ങനെ വന്നാൽ ഇടുക്കിയിലെ ഭൂവുടമകൾ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് യാതൊരു ഫൈനും ഈടാക്കാതെ അതിനെല്ലാം പൂർവ്വകാല പ്രാബല്യത്തോടെ അനുമതി നൽകി ക്രമവൽക്കരിക്കാനുള്ള നിലപാടുകൾ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അത് നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. LDFന്റെ വാഗ്ദാന ലംഘനങ്ങളുടെ ശവപ്പറമ്പായി ഇടുക്കി മാറിക്കഴിഞ്ഞു എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഞങ്ങളെ പ്രചരണപരമായിട്ട് നേരിടും. നിരവധിയായ ജനകീയ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, UDF നടത്തിയിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടുണ്ട്, മറ്റ് ബഹുജന സംഘടനകൾ, കർഷക സംഘടനകൾ, വ്യാപാര സംഘടനകൾ അവരൊക്കെ നടത്തിയിട്ടുണ്ട്. അവരോടൊപ്പം ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രകടന പത്രികയിൽ തന്നെ ഇത് വ്യക്തമാക്കും. ഞങ്ങൾ ഇടുക്കിയിലെ ജനങ്ങളുടെ കൂടെ നിൽക്കും. ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ഞാൻ ഇടുക്കിക്കാരൻ കൂടിയാണ്. താങ്ക് യു.